ഞാൻ ബത്ലഹേമിലെ നക്ഷത്രം. യുഗാന്തരമായി ഞാൻ ഈ പ്രപഞ്ചത്തിലുണ്ട്. സർവസൃഷ്ടിതാവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് ഞാൻ. മനുഷ്യരാശിയുടെ ഉദയം മുതൽ ഞാനും ഒരു സാക്ഷിയാണ്. ഇന്ന് എൻ്റെ സൃഷ്ടിതാവ് വിലപിച്ച ദിവസമാണ്. തൻ്റെ പുത്രനെ ലോകത്തിൻ്റെ പാപത്തിനായി യാഗം ചെയ്ത ദിവസം. എന്നെ ഒരു വാക്കിനാൽ ഉളവാക്കിയ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് അതിക്രൂരമായി വധിക്കപ്പെട്ടു. എന്നെ അമ്പരപ്പോടെ നോക്കുന്ന ഈ കൊച്ചു മനുഷ്യർക്കു വേണ്ടി, അവരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാനായി സ്വയം യാഗമൃഗമായി ഭൂമിയിൽ ഒരമ്മ തൻ്റെ മകനെ ഓർത്ത് കരയുന്നത് ഞാൻ കണ്ടു. എൻ്റെ മകനെ, എൻ്റെ ദൈവമേ, യേശു എൻ്റെ പൈതൽ, എൻ്റെ രക്ഷകൻ. ഞാൻ ഓർക്കുന്നു തന്നെ തള്ളിപ്പറഞ്ഞവർക്ക് വേണ്ടി എൻ്റെ പുത്രൻ ചെയ്തതെല്ലാം. വിലപിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ മനുഷ്യരുടെ പൂർവികർ പാപം ചെയ്ത ദിവസവും ദൈവം അവരോട് അരുളി ചെയ്തതും ഞാൻ വിസ്മരിച്ചു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. പിന്നെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യാക്കോബും തന്റെ മകൻ യഹൂദയെ അനുഗ്രഹിച്ചു. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. പിന്നെ നാഥാൻ പ്രവാചകൻ പ്രവചിച്ചു, നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. പ്രവാചകന്മാരായ യേശയ്യാവ്, മീഖ എന്നിവരും പ്രവചിച്ചു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഈ പ്രവചനങ്ങളുടെ സമയത്ത് ഞാനും ആകാംക്ഷയോടെ കാത്തു. അങ്ങനെ കാത്തിരുന്ന ദിനം വന്നിരിക്കുന്നു. ദൈവപുത്രന്റെ വരവ് അടുത്തിരിക്കുന്നു. ഇന്ന് മറിയയുടെയും യോസഫിന്റെയും വിവാഹ നിശ്ചയം. പ്രിയമുള്ളവരെ, നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത് മഥാന്റെ മകനായ യാക്കോബിന്റെ പുത്രനായ യോസഫിൻ്റെയും മഥാത്തിന്റെ മകനായ
ഹേലിയുടെ പുത്രി മറിയയുടെയും വിവാഹ നിശ്ചയത്തിനാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. മറിയേ, ഭയപ്പെടേണ്ട. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബെത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. സ്വർഗവും ഭൂമിയും ഏറ്റവും ആനന്ദിച്ച ദിവസം. എന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവ് മനുഷ്യനു വേണ്ടി മനുഷ്യനായി വന്നു. യുഗങ്ങളായി ഞാൻ സാക്ഷിയായ പ്രവചനങ്ങൾ നേരിട്ട് കണ്ടു. ദൈവം മനുഷ്യനായി ക്രൂശിൽ യാതന അനുഭവിച്ചപ്പോൾ തനിക്ക് സംഭവിപ്പാനിരിക്കുന്ന പ്രവചനങ്ങൾ ഓർമ്മ വന്നു. സ്വർഗം സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത ആ ദിവസങ്ങൾ ഞാൻ ഓർത്തു. എന്നാൽ സ്വർഗം ഇന്ന് അധികം സന്തോഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ആ ആഴമേറിയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട് സ്വർഗം സന്തോഷിക്കുന്നു. ഇനി വരുവാനിരിക്കുന്നതിനെ ഞാൻ കാത്തിരിക്കുന്നു.